വൈപ്പിൻ സമഗ്ര വിദ്യാഭ്യാസ പരിപാടി MLA അവാർഡ് 2025 ജസ്റ്റിസ് KK ദിനേശൻ ഉദ്ഘാടനം ചെയ്തു. ബൃഹത്തായ അവസരങ്ങളും ജീവിത സാഹചര്യങ്ങളുമാണ് നിലനിൽക്കുന്നതെന്ന് ജസ്റ്റിസ് KK ദിനേശൻ. കടമ്പകൾ ഓരോന്നും താണ്ടിയാൽ ജീവിത വിജയം സുനിശ്ചിതമാണ്. ഈ സാഹചര്യത്തിൽ രക്ഷകർത്താക്കളും അധ്യാപകരും ജനപ്രതിനിധികളും ഉൾപ്പെടെ സമൂഹത്തിന്റെ സമസ്ത തലങ്ങളോടും അവർക്ക് കടപ്പാടുണ്ടാകണമെന്നും അദ്ദേഹം പറഞ്ഞു. സമഗ്ര വൈപ്പിൻ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി ഇക്കൊല്ലം SSLCക്കും +2വിനും മുഴുവൻ A+ നേടിയ വിദ്യാർത്ഥികളെ MLA വിദ്യാഭ്യാസ അവാർഡ് നൽകി ആദരിക്കുന്ന പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ജസ്റ്റിസ് ദിനേശൻ. എന്നാൽ പഠനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ് എന്ന് മനസ്സിലാക്കി മാതാപിതാക്കൾ വിഷമങ്ങൾ കണ്ട് അവർക്ക് ആശ്വാസം നൽകുകയും അവരിൽ നിന്ന് ആശ്വാസം പടക്കുകയും മുന്നോട്ട് പോയ ഒരു തലമുറയാണ്. ഓച്ചന്തുരുത്ത് സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ SSLCക്ക് 321 +2വിന് 133 വിദ്യാർത്ഥികൾ മുഴുവൻ A+ നേടി അനുമോദനത്തിന് അർഹരായി. 100% വിജയം നേടിയ 16 സ്കൂളുകൾക്കും ഉപഹാരം നൽകി. KN ഉണ്ണികൃഷ്ണൻ MLA അധ്യക്ഷനായി. സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി മണ്ഡലത്തിലെ ഹൈസ്കൂളുകളിൽ ജൂണിൽ ഈ ലൈബ്രറിക്ക് തുടക്കമിടുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇന്ന് ലോകത്ത് ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ വരുന്ന അത്ഭുതകരമായ മാറ്റങ്ങൾ സ്വായത്തമാക്കി ലോകത്തെ മറ്റു വിദ്യാർത്ഥികളോടും ജനങ്ങളോടുമൊപ്പം നമ്മുടെ കുട്ടികൾക്ക് കൈയെത്തിപ്പിടിക്കാൻ കഴിയുന്ന വിധത്തിൽ അവരുടെ അറിവുകളെല്ലാം നമുക്ക് തീർച്ചയായും വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. അവരുടെ എല്ലാ അറിവുകളെയും സംശീലിച്ചുകൊണ്ട് ഒരു നോഡൽ ബേസ്ഡ് എക്കോണമി അറിവുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വിജ്ഞാനാധിഷ്ഠിതമായ സമ്പദ് വ്യവസ്ഥ രൂപപ്പെടുത്താനാണ് കേരളത്തിലെ ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത്. അതിനോടൊപ്പം സഞ്ചരിക്കാനാണ് ജനപ്രതിനിധികളുടെ ജ്ഞാനം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി ഈ വരുന്ന ജൂൺ മാസത്തിൽ നമ്മുടെ പഠനത്തിൽ 20ഓളം വരുന്ന പ്രധാനപ്പെട്ട വിദ്യാലയങ്ങളിൽ ഒരു ഡിജിറ്റൽ ലൈബ്രറി സ്ഥാപിക്കാൻ വേണ്ടി തീരുമാനിച്ചതുപോലെ സന്തോഷപൂർവ്വം നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. ISSD CEO MV തോമസ് മുഖ്യാതിഥിയായി. ജീവിതത്തിൽ ന്യൂനതകൾ കുറയുമ്പോൾ പുരോഗമനപരമായ സാധ്യതകൾ വർദ്ധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. മനസ്സ് ഉറപ്പിക്കുന്നത് ജീവിത വിജയം ഉറപ്പാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. മണ്ഡലത്തിൽ 10ാം ക്ലാസ്സിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ ഇതര സംസ്ഥാനക്കാരിയായ വിദ്യാർത്ഥിനി സുഹാസിനി വർമ്മ, മോളിക്യുലർ ഹോസ്പിറ്റൽ ഡയറക്ടർ MRA പിള്ള, ജെയിൻ ഡീംഡ് യൂണിവേഴ്സിറ്റി പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ J ലത, പറവൂർ നഗരസഭാംഗം KJ ഷൈൻ ടീച്ചർ, DCC ഓഫീസേഴ്സ് ഫോറം ജനറൽ സെക്രട്ടറി രഞ്ജിത്ത് TR, അഡ്വക്കേറ്റ് ഡെനിസൺ കോമത്ത്, TS രാഗം ടീച്ചർ, കേരള മാരിടൈം ബോർഡ് അംഗം അഡ്വക്കേറ്റ് സുനിൽ ഹരീന്ദ്രൻ, വൈപ്പിൻ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി കൺവീനർ AP പ്രീനിൽ, വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KA സാജിത്ത് എന്നിവർ സംസാരിച്ചു. അലക്സ് താളുപ്പാടൻ രചനയും സംവിധാനവും നിർവഹിച്ച നൃത്തസംഗീത ചവിട്ടുനാടകം മണികർണിക പള്ളിപ്പുറം സെയിന്റ് റോക്കീസ് നൃത്തകലാഭവൻ ചവിട്ടുനാടക സമിതിയിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു. സൈലം ഗ്രൂപ്പ് മോട്ടിവേഷൻ സ്പീച്ച് നടത്തി. അതോടൊക്കെ മക്കളോട് പറയുന്നത് നിങ്ങളെ സ്വയം ചിന്തിച്ചു നോക്കാം. എനിക്ക് കിട്ടിയ A+, ഞാൻ അത്യന്തം കഷ്ടപ്പെട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരുന്ന മക്കളാണ് അല്ലെങ്കിൽ കുറച്ച് മാത്രമുള്ള മക്കളാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, നന്നായിട്ട് പഠിച്ചിട്ട് മുന്നോട്ട്. അതിനുവേണ്ടിയാണ് ഞാൻ പറഞ്ഞത് +2 A+ മാത്രം പഠിച്ചാൽ മതി, നിങ്ങൾക്ക് നല്ല പരീക്ഷ കിട്ടാറുണ്ട്. സോ നല്ല രീതിയിൽ അടിപൊളിയാക്കി മാറ്റാം. അത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് കച്ചേരികളിൽ എത്താൻ പറ്റിയില്ല നിങ്ങൾക്ക് എനിക്ക്
അതും ഞങ്ങൾ എന്ത് ചെയ്താണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് കൂപ്പൺ കിട്ടില്ല. ആ കൂപ്പൺ കിട്ടുന്നവർക്ക് മാത്രം ഞങ്ങളുടെ പ്രോഗ്രാമായിട്ട് മാത്രം അജയ്സർ മതിയാണ്. അതിലൊരു കയ്യെഴുതി കൂടി നമ്മൾ അജയ്സറിന് കൊടുക്കുക. സോ ആ കൂപ്പൺ നിങ്ങൾ വാങ്ങാതെ പോകാറില്ല. സോ നന്നായി പഠിക്കും. എപ്പോൾ പറഞ്ഞതാണ് ഇത്രത്തോളം പരിപാടി നേതൃത്വത്തിൽ നടത്താനുള്ള കാരണം നിങ്ങൾ അടിപൊളിയാവുക. നിങ്ങൾ അടിപൊളിയായിട്ട് നിങ്ങളാണ് നാളെ വൈകിട്ട് നിങ്ങൾ വൈകിട്ട് ഇങ്ങനെയാണ് മക്കളെന്ന് പറയുമ്പോൾ മൊത്തത്തിൽ അടിപൊളിയായിട്ട് മാറും. അത് നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കും.